ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രിങ്ക്സ്, ഫ്രീ അവേഴ്സ്. ഓ ആഹാ, കൊള്ളല്ല പരിപാടി. എന്താടാ എല്ലാം ഫ്രീ, എല്ലാം പൊട്ടിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? അച്ഛാതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്, കുറ്റം പറയാൻ വന്നായിരിക്കൂലേ. കളിക്കാൻ ഇഷ്ടംപോലെ പറമ്പുള്ളപ്പോഴാ അവന്റെ ടർഫ്. അച്ഛനെ എപ്പോഴെപ്പോഴും പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛൻ ആദ്യമേ അമ്മേനെ വിളിച്ചിട്ടോ ശ്രീധരന്റെ കാര്യം പറഞ്ഞു. നാണാവില്ലേ? നല്ല പ്രായത്തിൽ മുഴുവൻ തരാത്തതുകൊണ്ടല്ലേ വീട്ടിൽ കൊണ്ടാക്കിയത്. അതെ, ഞാനാണെങ്കിൽ അമ്മേന്റെ അനിയത്തിന്റെയും കൂടെ സ്വർണ്ണം എടുത്തോണ്ട് ഇറങ്ങിപ്പോ. ആ, ഇത് ഒരെണ്ണം മാത്രം നീ ചെയ്തത് ശരി. മോളെ, ഉള്ളതെല്ലാം സൂക്ഷിച്ചോ, എങ്കിൽ നിനക്ക് കൊള്ളാം. ബ്ലഡി ഫൂൾ, യൂസ്ലെസ് സൺ, മണ്ടൻ. മണ്ടനാണല്ലേ, മണ്ടൻ. അവര് രണ്ടുപേരും എന്തൊരു മണ്ടന്മാരടാ. മോളെ, ഇന്ന് കരയെ കയറ്. ഈ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങേണ്ട കാര്യമുണ്ടാ? അച്ഛാ വാ. ദാണ്ട ഈ വടക്കു വശത്ത് പ്ലേ ഏരിയ ഉണ്ട്, അവിടെ വർത്താനവും പറഞ്ഞ് ഊഞ്ഞാലാടിയിരിക്കാം. എന്നമ്മേ എന്തുപറ്റി? ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഒറ്റയ്ക്ക് വന്നാൽ മതി. എടീ, നിന്റെ അച്ഛനമ്മ എന്റെ അച്ഛനമ്മല്ലേ? പിന്നെ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ, വാ നമുക്ക് പോയിട്ട് വരാം. ഞാനൊന്നുമില്ല, എന്റെ കയ്യിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് വേണം മറ്റവന് ചിരിക്കാം. മാധവൻ, പേടിക്കണ്ടെന്നേ, നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോ. പിള്ളേര് വിളിക്കുന്നു. നമുക്ക് ദാണ്ട നല്ല ചൂട് 2 കൂട് പോപ്കോണും വാങ്ങിച്ചോണ്ട് ഇവിടെ ഇരിക്കാം. ഒന്ന് വാ, ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വരാം. വാ, ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഏതായാലും ഇതുവരെ വന്നല്ലേ. ഏത് അവരിട്ടേക്കും പോലത്തെ ആ സാധനം ഇത് അതൊന്ന് ഇട്ട് കൊടുക്കണേ. ഇത് തന്നെ താങ്ങൂല. നീ വേറെ എടുത്തോ, എനിക്കൊന്നും ആവശ്യമില്ല, ഒരെണ്ണം പോരെ. എനിക്ക് കാലിലിടാനും കിട്ടുന്നുണ്ടോ? ഒരെണ്ണം കൂടെ കിട്ടും. ആവശ്യമുണ്ടോ മനുഷ്യന് നാണം കിട്ടാനായിട്ട്? കാണിക്കാച്ചനെ കൈ പിടിക്കേ. അച്ഛാ സൂക്ഷിച്ചു പിടിച്ചോ. വെള്ളം കണ്ട അല്ലെങ്കിലേ പേടിയാ. എടാ, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പോയിട്ട് വാ. ഫ്രണ്ടിലത്തെ ഡെക്കിലേക്ക് വെച്ചോ. ആ പിടിച്ചോ, സൂക്ഷിച്ചു കേട്ടോ, പിടിച്ചിറങ്ങണം. റിലാക്സ് റിലാക്സ് ഡോക്ടറാ. റിലാക്സ്. എന്താ പറ്റിയത്? ബോട്ടിങ്ങിന് പോയപ്പോ തന്നെയുള്ളതാ. പ്ലീസ് പറയൂ, എന്താ പേര്? ഉണ്ണിയച്ഛൻ. ആള് പറയട്ടെ, പേഷ്യന്റ് പറയട്ടെ, പറയൂ. ഡോക്ടറെ, പേര് ശങ്കുണ്ണി. ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ മരണമൊഴി എടുക്കണം ഡോക്ടറെ. മരണമൊഴിയോ? അതിന് നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കാല് പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോയി വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയവനാ. അവനറിയാം എനിക്ക് നീന്തൽ അറിയില്ല. ആർക്ക്? മാധവൻ. മാധവനോ? തന്നെ വീട്ടുകാരും കണ്ടില്ലല്ലോ ഒരു മാധവനെ അവിടെ. നീ കണ്ടായിരുന്നോ? അവനെങ്ങനെ കാണാനാ? അവൻ കല്യാണം കഴിച്ചിപ്പോ വന്നല്ലേ ഉള്ളൂ. കല്യാണം കഴിച്ച കണ്ണ് കാണത്തില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീട്ടുകാരും കാണാത്ത സ്ഥിതിക്ക് കേസ് തള്ളിപ്പോവും. അല്ലെങ്കിൽ തന്നെ അയാളെന്തിനെ തന്നെ കൊല്ലണം? വൈരാഗ്യ സാറേ, അത് ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ടേക്ക് പണ്ടേ തുടങ്ങിയതാ. അതെ, പണ്ട് ഞാൻ ഇതുപോലെ കുളിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ അവൻ വന്ന് കാല് പിടിച്ച് താഴോട്ട് കൊണ്ടുപോകും കൊല്ലാൻ. ഇപ്പോഴും അങ്ങനെ തന്നെ എങ്ങനെ പിടിച്ച് വലിക്കണ എനിക്കറിയാം. സാറേ, വെള്ളത്തിൽ ഷോക്കിൽ അച്ഛൻ പിച്ചുമ്പേയും പറഞ്ഞത് നമുക്ക് കേസില്ല. സിയോ ഒന്നും നോക്കൂല ഞാൻ. നീ അല്ലല്ലോ അനുഭവിച്ച്. സാറേ, ഇവൻ അടക്കം എല്ലാവരും അവന്റെ സൈഡാ, മാധവന്റെ. പക്ഷെ കോടതി എന്റെ കൂടെ. എല്ലാത്തിനും പെടുത്തും ഞാൻ, നിന്നെയും പെടുത്തും. അതിന് ഞാൻ എന്തോ ചെയ്തു? നീയാണ് എന്നെ വന്ന് ഇട്ടിട്ട് കയറി കെട്ടാന്ന് പറഞ്ഞ തള്ളി ഇറക്കാൻ നോക്കിയത്. അവൻ പറഞ്ഞ ഏൽപ്പിച്ചത്. എനിക്ക് കോടതിയുണ്ട്, ഒരുത്തനും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും കോടതിയായിട്ടു. എന്താ എന്താ പറ? ഉണ്ണിയച്ഛനൊന്നും മരത്തായിരുന്ന മതിയായിരുന്നു. ഞാൻ കാരണം മതിയേട്ടാ. അതെന്റെ തന്നെയാടാ. അയാളാ ചെയ്യും. വെള്ളത്തിന്നല്ല, പാതാളത്തിന്ന് വരെ അയാൾ വന്ന് കാലി പിടിച്ച് വലിക്കും. അത് ചെയ്യാൻ ഈ പഞ്ചായത്തിൽ അയാളുള്ളൂ. അത്ര നല്ല മോനെ. എന്റെ അപ്പനാരായിരുന്നു മോൻ. എന്നെ കൊണ്ട് ഏത് പ്രായത്തിലായിരുന്നു നോക്കിക്കാൻ തുടങ്ങിയതാ. അയാൾ മെയ്യാണെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സിയോ. ശരിക്കും ഇവര് തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ശരിക്കും അവര് തന്നെയായിരുന്നു പ്രശ്നം. ഇനി വെച്ചോണ്ടിരിക്കണ്ട, ഇവരെ തീർക്കോ. നീയൊക്കെ ഈ ലോക്കലായിട്ട് ജാതി നല്ല സാധനം ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അവിടെ വെച്ച് അടിച്ചോളാം. ഞങ്ങളെ അലിഞ്ഞു തന്നമാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ ഞങ്ങള് തമ്മിൽ തീർത്തോളാം. പിന്നല്ല, എനിക്ക് ഒരെണ്ണം അടിച്ചിട്ട് ഞാൻ പറയാം. നിങ്ങൾ തന്തമാരെ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട.
ഞാൻ കണ്ടുണ്ട്. മനുഷ്യ സ്നേഹം അതായിരുന്നു മാധവൻ ചേട്ടൻ. അയ്യോ, എന്തിന്? സ്വന്തം പെങ്ങളെ പോലും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. എന്റെ മാധവൻ ചേട്ടൻ. ഇതെന്ത് തേങ്ങ? ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ എല്ലാരും കുളിമുറി വീണാ കിടപ്പില. ഞാൻ എല്ലാരോടും പറയും, ഈ കുളിമുറി ഇടരുത്. ഞാനും ഇത് അപ്പളേ പറഞ്ഞാ പൊളിച്ച ടൈലിടണ്ടായിരുന്നു. പക്ഷെ ഓള് ഒരൊറ്റ നിർബന്ധം. ഇപ്പൊ ആര് കേക്കാൻ? വീട് കിടക്കുമ്പോ നല്ല ഭംഗിയല്ലേ കാണാൻ? ഭംഗിയില്ല പോലും കുളിമുറിയില്ലേ. പിന്നെ ഞാൻ തരുന്ന ഈ മരുന്ന് മാത്രം കഴിച്ചാ പോരാ. ആരെയായാലും ഒന്ന് അറിയാവുന്നവരെ വിളിച്ച് തടവിക്കുന്നത് നല്ലതാ. അതിപ്പോ പിണങ്ങി കളിയാനാണെങ്കിൽ ബെസ്റ്റാ. ഫ്രണ്ടേ, ചേട്ടാ വണ്ടി ഒന്ന് തിരിച്ചു നിർത്തിയേ. മാലതിനൊന്ന് കണ്ടിട്ട് പോകാം. ശരി. ഓക്കെ, 10 മിനിറ്റ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാം. മാലതി, എടി പോത്തേ. ആ കാലെവിടെ? എന്തിനാ നീ ബാത്റൂമിൽ വീണത്? വേദനയുണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. ചേട്ടൻ തിരിഞ്ഞോടിച്ചെന്നാ തോന്നുന്നത്. 7 ദിവസം സ്ഥിരമായി തിരുമണം. തിരുമ്മി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാ മതി. അപ്പോ ഒരാഴ്ചക്കൊന്നും തിന്നാൻ പറ്റൂല? അതല്ലടി പോത്തെ, തിന്നുന്നതിന് മുമ്പ് തിരുമ്മ. പോത്തെ, നിന്റെ എരുമ കെട്ടിയനോട് പറഞ്ഞേരി. കാണാം. ശരി, നാളെയും വരുമോ തീരുമാൻ? ഫ്രണ്ടേ, എന്തോ വണ്ടി എടുക്ക്. മല തിരിഞ്ഞ് ഓടി നടക്കും. ഉറപ്പല്ലേ? TV അങ്ങ് നിർത്തിക്ക. മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പാകിസ്ഥാന്റെ കളി. പിന്നല്ലാതെ ഓസ്ട്രേലിയ ആയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമില്ലായിരുന്നു അല്ലേ അണ്ണാ? ഹലോ. ഹലോ സാറേ, നമ്മുടെ അഡ്വക്കേറ്റ് കോടതിയിൽ നന്നായിട്ട് വാദിച്ചതാ. പക്ഷെ ആ ജഡ്ജ് ആരുടെ സ്വാധീനത്തിന് വഴങ്ങി കേസ് നമ്മൾ തോറ്റുപോയി. അതെ അതെ, അതായിരുന്നു അതിന്റെ. അതെ, അതായിരുന്നു സംഭവം. താങ്ക് യു, താങ്ക് യു, കൺഗ്രാറ്റ്സ് സർ. താങ്ക് യു, താങ്ക് യു, കൺഗ്രാറ്റ്സ്. താങ്ക് യു. സത്യഭാമ, കൺഗ്രാറ്റുലേഷൻസ്. സത്യഭാമ വിൽ മിസ് യു. കൺഗ്രാറ്റുലേഷൻസ്. എന്ത് കൺഗ്രാറ്റുലേഷൻസ്? പിന്നെ എതിർഭാഗോടാ മുരളി. മോളെ ഒറ്റക്കിരുത്തിയിട്ട് ഈ പുറത്തോട്ടുള്ള കറക്കം അത്ര നല്ലതല്ല.